ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇതെന്താണെന്നറിയോ? ഇതാണ് കേട്ടോ ഓർക്കാപ്പുളി. നിങ്ങളുടെ നാട്ടിൽ ഇതെന്താ പറയുക? ഞങ്ങളുടെ ഇവിടെ ഓർക്കാപ്പുളി എന്നും പറയും, ഇരുമ്പാമ്പുളി എന്നും പറയും. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇത് പൊട്ടിച്ചൊരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനൊരു പാത്രമെടുത്ത് ആ പാത്രത്തിലേക്ക് ഒരുപാട് ഇരുമ്പാമ്പുളി പൊട്ടിച്ചിടുകയാണ്. ഇനി ഇത് വെച്ച് നമുക്കൊരു കിടിലൻ റെസിപ്പി ആയാലോ? എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. 500 ഗ്രാം ഓർക്കാപ്പുളി ഉണ്ട് കേട്ടോ. ഇത് നന്നായി കഴുകി 2 ഭാഗം വൃത്തിയാക്കി എടുത്തതാണ്. ഇനി നമുക്കൊരു കുക്കർ എടുത്തതിന് ശേഷം ആ കുക്കറിലേക്ക് ഇരുമ്പാമ്പുളി ഇതുപോലെ നടു കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഇരുമ്പാമ്പുളി എന്നാണ് കേട്ടോ പറയുക. ചിലയിടങ്ങളിൽ ഓർക്കാപ്പുളി എന്നും പറയും. ഇതിന് പലവിധ പേരുകളുണ്ട് പല നാട്ടിൽ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. ഇങ്ങനെ 500 ഗ്രാമോളമുള്ള ഇരുമ്പാമ്പുളി ഇതുപോലെ നടു കീറി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ ഒരു 350 ഗ്രാം ശർക്കര ചതച്ചെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിക്കാം. നമുക്കൊരു കടായി വെച്ചതിന് ശേഷം അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കടായി നമുക്ക് ഇറക്കി വെച്ച് ഉലുവ ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ ഇരുമ്പാമ്പുളിയുടെ വിസിലടിക്കുന്നുണ്ട്. ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ഈ ഇരുമ്പാമ്പുളി നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഇരുമ്പാമ്പുളിയും ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഉലുവയും കടുകും പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. കുറച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്കൊരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ചേർത്ത് കൊടുക്കുന്നത് കൽക്കണ്ടമാണ്. നിങ്ങളുടെ കയ്യിൽ പഞ്ചസാര ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ടേബിൾ സ്പൂൺ കൽക്കണ്ടമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടി രുചി കൂടും കൽക്കണ്ടം ചേർത്താൽ. അതുകൊണ്ടാണ് ഞാനിതിലേക്ക് കൽക്കണ്ടം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പുളിഞ്ചി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂറിന് ശേഷം ഇത് ഒന്ന് വറ്റി വരും. വറ്റി വന്നാൽ കുറച്ചുകൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു ഒട്ടുന്ന പരുവമായാൽ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. നോക്കൂ, ഇതുപോലെ ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു തവിയെടുത്ത് ആ തവിയിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന പരുവമായാൽ നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ചൂടാറിക്കഴിഞ്ഞാൽ മാറ്റിക്കൊടുക്കാം. വളരെ രുചികരമായ ഒരു ഇരുമ്പാമ്പുളി പുളിഞ്ചിയാണിത്. ബിരിയാണിക്കൊപ്പം കഴിക്കാൻ സൂപ്പറാണ്. നിങ്ങളിത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ ബൈ.